എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മധുരയിലാണ്. നിങ്ങൾ കാണാൻ പോകുന്ന മധുരയുടെ ഒരു കുറച്ച് ഭാഗങ്ങളാണ്, സീരീസ് ആണ്. മധുര ഈ പറയുന്നൊരു വലിയ രീതിയിൽ കാണാൻ എക്സ്പ്ലോർ ചെയ്യാനൊന്നും അധികമില്ല, എന്നാലും ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റോഹൻ സജി നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പം അവനാണ് എൻ്റെ കൂട്ടത്തിൽ മധുരയ്ക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രാവൽ ചെയ്യുന്ന ഇന്നത്തെ ദിവസം ആശാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആശാനോട് പറയാതെ ഞാൻ ഈ കുറച്ച് നമ്മൾ ഷോപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് വിളിച്ചേക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ അലകുലത്തൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പം അവൻ പള്ളിക്കലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവന് ഒരു ചെറിയ അവൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ചെറിയ കപ്പ് കേക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെ ഞങ്ങളൊരു ട്രീറ്റ് പോലെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം കൂട്ടുകാരനായ ഒരു ഫ്രണ്ട് ടോം ജോസഫ് കൂടി ഉണ്ട്, അവനും കൂടി വരും. അപ്പം നമ്മൾ പള്ളിക്ക് കൂടിയിട്ട് നേരെ കേക്ക് കട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മളിന്ന് പോകുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ആണ് നമ്മുടെ ട്രെയിൻ. 11:30-ക്കാണ്. അമൃത എക്സ്പ്രസ് ആണ് നമുക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ട്രെയിന്. അത് രാത്രിയിലായിരിക്കും ഞങ്ങൾ കയറുന്നത്. രാത്രി കയറി മൊത്തം തമിഴ്നാട് ഇപ്പോൾ നമ്മൾ പാലക്കാട് വഴി കയറി പൊള്ളാച്ചി, പളനി, ദിണ്ടിഗല്ല് ഇങ്ങനെ കയറിയാണ് മധുരയ്ക്ക് നമ്മൾ പോകുന്നത്. അപ്പം അവിടുത്തെ കാഴ്ചകളൊന്നും, ട്രെയിനിലെ കാഴ്ചകളൊന്നും കാണാൻ യാതൊരു നിർവാഹമില്ല, കാരണം രാത്രിയിലാണ്. ഞങ്ങൾ നാളെ വെളുപ്പിനെ ഒരു 10 മണിയോടുകൂടി 10-10:30 മധുരയിലെത്തും. ഓക്കെ, കറണ്ട്ലി ഞാനിപ്പം പള്ളിക്കലാണ്. അപ്പം ടോണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവനോടൊരു റോഹൻ ഒരു 4 മണി സംതിങ്ങാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവൻ ഞങ്ങളൊരു 3:30 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം അവനെ പള്ളിക്ക്. ഹലോ ഗായ്സ്. അവസാനം ഞാൻ പറഞ്ഞ ആളെ ചെയ്ത ടോം ജോസഫ് അവൻ വന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ചൂട് നമുക്ക് അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടല്ലോ. നമ്മൾ എവിടെ പോയി കേക്ക് വാങ്ങിക്കുന്നത്? കേക്ക് നമ്മൾ ബസ്റ്റിൽ പോയി വാങ്ങി. നമ്മൾ ബസ്റ്റിൽ പോയിട്ടാണ് ഗൈസ് കേക്ക് വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ 10ാം ക്ലാസ്സിന്റെ 10ാം വർഷവും 10ാം ക്ലാസ്സിന്റെ 4ാം വർഷവും 10ാം ക്ലാസ്സിന്റെ 10ാം വർഷവും മറ്റേ പയ്യന്റെ 14ാം ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുക. 14 35 ശരിയാ ഗായ്സ്. എനിക്ക് ഇതുവരെ ഒരു ക്യാമറ എടുക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇവര് ക്യാമറ അറിയത്തില്ല ഗൈസ്. പക്ഷെ ഞാനൊക്കെ ഒരു കുറവില്ല ഗൈസ്. എനിക്ക് അഹങ്കാരം ഉണ്ടോന്ന് നിങ്ങൾ ഈ വീഡിയോ വന്നതിന് ശേഷം പറയണം ഗൈസ്. തീർച്ചയായിട്ടും നിനക്ക് വെക്കാനാണ്. ഇതാണ് ബെസ്റ്റ്. വേണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് എടുക്കായിരുന്നു. ഹാപ്പി ആനിവേഴ്സറി, 10th ആനിവേഴ്സറി. ഇതിന്റെ ഭാഗമായി നമ്മൾ 10ാം ക്ലാസ്സിന്റെ 10ാം ആനിവേഴ്സറി ഇതോടൊപ്പം ആഘോഷിക്കുകയാണ്. ആ എഴുതിയ പേപ്പർ തിരിച്ചു വന്നിട്ടുണ്ട്. നിനക്കൊരു ആശ്വാസമായി, അവനും നല്ല ആശ്വാസം. ഒരു വെടിക്ക് 2 പക്ഷി. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കൊള്ളാം ചേട്ടാ, കൊള്ളാം. അങ്ങനെ നമുക്ക് കേക്ക് കിട്ടിയിരിക്കുന്നു. ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ അവനെടുത്തു. അവൻ വന്നായിരുന്നോളാം. അവൻ വിളിച്ചോ? വിളിക്കുന്നുണ്ട്. വിളിച്ചിറക്കനെ. മിണ്ടല്ലേ. റോഹ എവിടാടാ? നീ എവിടാ? എന്നാ വേഗം പോ. ഞാൻ പള്ളിക്കുണ്ടേ, വേഗം പോ. ഓക്കെ. എന്തോ ചർച്ചോ? ഞായറാഴ്ചയല്ലേ ഗൈസ്? ചർച്ചിലെല്ലാം പള്ളിയിലെല്ലാം പോയിട്ട് ആശാൻ തിരിച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ കറന്റ് പള്ളിയുടെ ഫ്രണ്ട് ഇതാണ്ട് ഇവിടെ കണ്ടോ. ഇതാണ് സെന്റ് മേരീസ് കത്തരിട്ട. ഇതിന്റെ ഫ്രണ്ടില് ഞങ്ങളിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിപ്പം കറന്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുറക്കത് ചാടിക്കേറ്. നീ ഫോൺ കോളൊക്കെ എടുത്ത്. ബർത്ത്ഡേ ചെലവാണോ മോനെ? എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ ബർത്ത്ഡേ ചെലവായിട്ട്. ഒരു മുട്ടായി അവന് വേണ്ട കേട്ടോ. അവന് മറ്റേ സാധനം നീ കൊടുത്തായിരുന്നു. എന്താ ഇതെന്നാണോ ഇത്?
ഇതെന്നാ സാറാ ഇത് മറ്റേ ചവിട്ട് ലൈറ്റ് അല്ലേ ഇത് നോക്കി മെനി മെനി ഹാപ്പി റിട്ടേൺ അവസാനത്തെ അല്ലേ ഇത് നിന്റെ ഒടുക്കത്തെ ആയിരിക്കും അപ്പൊ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഇത് നമ്മള് സാധാരണ നോർമലി നമ്മളാ പൊളിച്ചു കൊടുക്കുന്നത് ഇത് ഇവനായതുകൊണ്ട് പ്രായമൊക്കെ നിങ്ങളൊക്കെ മാക്സിമം നോക്ക് നോക്കാം എടാ ഇത് ഇനി ചെലവ് ഇരിക്കുക നമ്മൾ ബഡ്ജറ്റ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ഇവന്റെ ബർത്ത്ഡേ ഒരു പേസ്റ്റ് വാങ്ങിച്ചാൽ മതി. നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാട്ടുപാടി നമ്മൾ രോഹൻ സജി അപ്പൊ എങ്ങനെ മുറിക്കുമല്ലേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു റോഹൻ സജി തഴുതക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ ടു റോഹൻ ടു മീ സെൽഫിഷ് അല്ലേ ഹാപ്പി ബർത്ത്ഡേ ഗൈസ് ഞങ്ങളുടെ ഒരു വലിയ തറവാടായിരുന്നു. ആന അമ്പാരിയൊക്കെ ഉള്ള ആളായിരുന്നു ഇത്. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ നിന്റെയാ ശരിയാണല്ലോ ഇനി എന്റെ ഹാപ്പി ബർത്ത്ഡേ ഇതോടെ അവർക്ക് മുഴുവൻ കഴിച്ചു ചെറിയ പീസ് തരാമോ നിനക്കല്ല കേട്ടോ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ. നമ്മളിപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ പാർട്ടിയും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയിൽ കുറച്ച് ഷോപ്പിംഗ് പരിപാടികൾ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. നേരെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി. ഇപ്പോൾ കറണ്ടിൽ ഞങ്ങൾ മധുര സ്റ്റേഷൻ എത്തുന്നു അല്ലേ? ഇത് ദിണ്ടിഗൽ സ്റ്റേഷനാണ് ഇപ്പോൾ കറണ്ട് നിൽക്കുന്നത്. ബാക്കി കാഴ്ചകളെല്ലാം നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മളിത് മധുര ജംഗ്ഷൻ്റെ ബോർഡ് കണ്ടോ? ഇതാണ് മധുര ജംഗ്ഷൻ്റെ മെയിൻ ബോർഡ്. അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ നമുക്കിനി അടുത്ത് പോകേണ്ടത് മറ്റേ റൂമല്ലേ? റൂമിൻ്റെ ഏതായിരുന്നു? നമ്മുടെ KPS ഹോട്ടൽ അതല്ലേ? അപ്പോൾ നമ്മൾ അടുത്തത് ഇനിയിപ്പോൾ KPS ഹോട്ടലിലോട്ടാണ് പതുക്കെ പോകുന്നത്. അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം. അപ്പം ചെക്ക് ഇൻ ചെയ്യേണ്ട കാഴ്ചകളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ സ്റ്റേനെ പറ്റിയൊക്കെ ഉള്ള റിവ്യൂ നമ്മൾ തരുന്നതാണ്. നമ്മളിപ്പം മധുര സ്റ്റേഷൻ്റെ വെളിയിലോട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ വഴി അറിയത്തില്ല, എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നോക്കാം വഴി ഏതാണ്. ടോട്ടൽ 7 പ്ലാറ്റ്ഫോമുള്ള ഇതാണ്. വലിയൊരു സ്റ്റേഷൻ തന്നെയാണ് മധുര എന്ന് പറയുന്നത്. ഇതുണ്ട് 7 പ്ലാറ്റ്ഫോം. നമ്മൾ പോകേണ്ട ആദ്യത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഈ കറൻ്റ് എക്സിറ്റ് കണ്ടുപിടിച്ചു. പ്ലാറ്റ്ഫോം നമ്പർ 1 ഇങ്ങനെ നമ്മൾ എക്സിറ്റിലോട്ട് ഇറങ്ങുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാരും ഓട്ടോസും സംഭവങ്ങളെല്ലാം വിളിക്കുന്നുണ്ട്. കുറവല്ലേ? റൂമല്ല. റോഹനെ പിടിച്ചേ എടാ എത്ര KPS എത്ര കാണിക്കുന്നത്? 300 മീറ്ററോ? ചേട്ടാ ഞങ്ങളെ പിടിച്ചേക്കുക 400 മീറ്റർ. അത് നടക്കാൻ ദൂരമുള്ളൂ. 400 മീറ്റർ പറവല്ല. KPS வந்து நல்ல ரூம் தானே? ரேட் எவ்வளோ தெரியாது. ஆனால் அங்கே போய் கேட்டு தான் பாருங்க. ரேட் அதிகம் உங்களுக்கு கம்மி. ஒரு நாள் தானே? ஒரு நாள் மட்டும்தான். எவ்வளோ காசு? 3000 1500 அங்கே ஏசி 1000 ரூபா நல்ல ரூம் இருக்கு. അങ്ങനെ ഒരു ഓട്ടോച്ചേട്ടൻ ഞങ്ങളെ പിടിച്ചു. നൈസായിട്ട് AC റൂമുണ്ട്, നോൺ AC റൂം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നൈസായിട്ട് അങ്ങ് സ്കിപ്പായി. പുള്ളി പുറകെ വന്ന് പിടിക്കുകയായിരുന്നു. എന്നാലും നമ്മൾ സ്കിപ്പായി. ഒരു അടിപൊളി കഴിച്ചോണ്ടേ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് പറക്കുന്നതാണ്. അത് പൊളിയല്ല. അപ്പം ഇതാണ് നമ്മളെ മധുര സ്റ്റേഷനിൽ നമ്മളിപ്പോൾ കറൻ്റ് കൺസ്ട്രക്ഷൻ്റെ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിന് വെള്ളോട്ട് വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ മധുര സ്റ്റേഷന് വെള്ളോട്ട് ഇറങ്ങിയപ്പോൾ ഇത് കണ്ടോ? ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ മുകളിലാണ് നമ്മൾ ഫ്ലാഗ് പറക്കുന്നത്. മധുരയ്ക്ക് 100 പേരുണ്ട്. തൂങ്കാ നഗരം എന്ന് പറയുന്നത്. ഫുൾ തിരക്കായിരിക്കും, ഫുൾ ഓണായിരിക്കും. ഇത് ഇവിടുത്തെ ഒരു തെരുവിലെ കാഴ്ചകളാണ് ഫുള്ള്. ഇവിടെ റോഡൊക്കെ അടിപൊളി കേട്ടോ, നല്ല വീതിയൊക്കെ കൂട്ടി. പക്ഷേ വൃത്തിക്ക് ഇച്ചിരി എല്ലായിടത്തും പറഞ്ഞാൽ കുറവൊക്കെ ഉണ്ട്. ഇതൊരു സൈക്കിൾ റിക്ഷ ഉണ്ടോ? അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി കഴിക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എടാ ഇഡ്ഡലി പറഞ്ഞായിരുന്നോ? ഇഡ്ഡലി. അപ്പോൾ നമ്മളൊരു സെറ്റ് ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുപോലെ ലൈവായിട്ട് ഇഡ്ഡലിയും പൂരിയും ഉണ്ട്. ഇഡ്ഡലിയാണ് ഇച്ചിരി അടിപൊളി. എല്ലാവരും ഇവിടെ ഇരുന്ന് തന്നെയാണ് കഴിക്കുന്ന സെറ്റപ്പൊക്കെ. നേരെ റോഡിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ട്രീറ്റ് ഫുഡ്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കുന്നു. വട, ചട്നി, ഇഡ്ഡലി, അടിപൊളി. അപ്പോൾ കഴിക്കാം. നമ്മൾ ശരിക്കും ഇറങ്ങിയത് ഈ ഏരിയയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോരുമായിരുന്നു. ശരിക്കും ഇതിന് എൻട്രൻസ് വെച്ചാൽ നമ്മൾ ട്രെയിൻ നിർത്തി അവിടെ ആയതുകൊണ്ടാണ്. അവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ പ്രധാന എൻട്രൻസ്, മധുരൈ സ്റ്റേഷൻ. ഒരു ട്രഡീഷണൽ രീതിയിലാണ് സംഭവം, കൺസ്ട്രക്ഷൻ അല്ല. റെയിൽവേ സ്റ്റേഷൻ്റെ പുതുക്കലോ കൺസ്ട്രക്ഷനോ പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ വലിയ ക്രെയിൻസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഇത്രയും ഭാഗത്ത് വേറെ എന്തോ പ്രൊജക്റ്റ് വരാനുണ്ട്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 2500 കൊല്ലം പഴക്കമുള്ള ഒരു നഗരം എന്നാണ് മധുരനെ അറിയപ്പെടുന്നത്. ഇതിനെ തൂങ്ക നഗരം എന്നും പറയുന്നുണ്ട്. കാരണം
ഇത് രാത്രി ഫുള്ള് ബിസിനസ്സൊക്കെ ആയിട്ട് ഓണായിരിക്കും പ്രൊജക്റ്റ്. അതിൻ്റെ നിങ്ങൾ ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് എല്ലാം അതിൻ്റെ ഒരു പഴമയെ നിലനിർത്തുന്ന ഒന്ന് തന്നെയാണ്. ഇതിന് ചുറ്റുവട്ടത്ത് ആയിട്ടാണ് ടോട്ടൽ എല്ലാം വഴിയോര കച്ചവടങ്ങൾ. ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് റോഡ് ക്രോസ് ചെയ്യണമെങ്കിലും വണ്ടികളൊക്കെ പറന്നാവരും എന്ന് വെച്ചാൽ മൊത്തം ഫുഡിൻ്റെ ഐറ്റംസാണ്. എല്ലായിടത്തും ഹോട്ടലും പല ടൈപ്പ് ഫുഡും ഹൽവാസും അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ ഇവിടെയുള്ള. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 300 മീറ്റർ നടക്കാനേ ഉള്ളൂ. നമ്മുടെ KPS എന്ന് പറയുന്ന ഹോട്ടലിലാണ്. ഈ ഹോട്ടൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റേറ്റിംഗ് കാര്യം നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ നോക്കും. ഏറ്റവും നല്ല ഹോട്ടലാണെന്നാണ് പറയുന്നത്. കാരണം ഒത്തിരി വ്ളോഗേഴ്സ് എല്ലാം വന്ന് നോർമലി ഇവിടെ താമസിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കറൻ്റ്ലി നമുക്ക് ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇവിടെ റേറ്റ് വരുന്നത് വെച്ചാൽ എല്ലാം അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ നമ്മൾ 2 പേരുള്ളതുകൊണ്ട് അവർ പറഞ്ഞത് നമുക്ക് സിംഗിൾ പറ്റത്തില്ല, എക്സ്ട്രാ ബെഡ് ഒന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഡബിൾ തന്നെ വേണമെന്നാണ്. അങ്ങനെ നമ്മൾ ഡബിൾ റൂം എടുത്തു. നമുക്കിവിടെ ചാർജ് വന്നിരിക്കുന്നത് 700 റുപ്പീസാണ്. 24 ഹവേഴ്സാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ബാക്ക് പാക്കേഴ്സ് ആയ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടായിരിക്കും. കാരണം നമുക്ക് റൂം കാണിച്ചു തരാം. നമ്മളിപ്പോൾ നോൺ AC ആണ് എടുത്തിരിക്കുന്നത്. 700 റുപ്പീസാണ് നമുക്ക് 2 പേർക്കായത്. ഇപ്പോൾ നമ്മൾ ടീമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയറിങ് വഴി നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് കുറയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന റൂം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു ടേബിള് കാര്യങ്ങൾ, ഇത് നമ്മുടെ മെയിൻ എൻട്രി ഡോറ്, ഡബിൾ ബെഡ്. അതേപോലെ തന്നെ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഇതുപോലത്തെ ഒരു സംഭവം കൊണ്ടുവരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം GoProയും എൻ്റെ മൊബൈലും ഇവൻ്റെ മൊബൈലും ഒത്തിരി സമയം ചാർജ് ചെയ്യാറുണ്ട്. ഞാനിത് വീട്ടിൽ നിരത്തിയാണ്. അപ്പം ട്രാവൽ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കയ്യിൽ കരുതേണ്ടതാണ്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ബാത്റൂമെല്ലാം ഓൾമോസ്റ്റ് നീറ്റാണ്. കൂടുതൽ ആരും പ്രതീക്ഷിക്കില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു വലിയ കണ്ണാടിയുണ്ട്. GoPro കണ്ണാടിയുണ്ട്. അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് പറഞ്ഞുള്ളത്. ഇനിയിപ്പം നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു 11 മണി 11:30 ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് 1-2 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്. മെയിൻലി 1 മണിക്ക് മുന്നായിട്ട് അടയ്ക്കുന്ന ഒരു പാലസ് ഉണ്ട്, ഒരു മഹലുണ്ട്. അപ്പം അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത്. അതിനുശേഷം നമ്മൾ ഉച്ച കഴിഞ്ഞ് ഫുഡടി എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് മഹാത്മാഗാന്ധി ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു വിൻഡോയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഇത് കണ്ടോ? ഇതെല്ലാം വെസ്റ്റും ഈസ്റ്റും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ വെസ്റ്റും ഈസ്റ്റും ഒക്കെയുള്ള കവാടങ്ങൾ, ടവേഴ്സാണ് ഈ കാണുന്നത്. ഇവിടെ താഴെ നമ്മൾ എവിടെ പോയാലും ഫുൾ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. നമ്മൾ ഇവിടെ മധുരയെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം മെയിൻലി വരുന്നത്. ഓക്കെ അമ്മ, നമ്മളിപ്പോൾ കറൻ്റ്ലി നമ്മൾ കുളിച്ച് റെഡിയായി ഫ്രഷായി. ഇനിയിപ്പോൾ നമ്മൾ തിരുമലൈ മാലിക് എന്ന് പറയുന്ന ഒരു മഹൽ എന്ന് പറയുന്നൊരു പാലസിലോട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകാം. അപ്പം അത് 1 മണി വരെ പോകും. രാവിലെ ഏതാണ്ട് 9 to 1 മണി വരെ, പിന്നെ 1:30 അല്ലെങ്കിൽ 2 to 5 വരെ അതിൻ്റെ സമയം. നമുക്ക് ഇന്നത്തെ ദിവസം ഫസ്റ്റ് ദിവസം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 2 ഡെസ്റ്റിനേഷനാണ്. 1 പാലസും 2 മഹാത്മാഗാന്ധിയുടെ മ്യൂസിയം. ഈ 2 സംഭവം കഴിഞ്ഞിട്ട് നമുക്ക് 5 മണി ക്ലോസ് ചെയ്യും. അതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാം കൂടി കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് നമുക്ക് ടവറിൻ്റെ, നമ്മുടെ മീനാക്ഷി ടെമ്പിളിൻ്റെ ടവറിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കുറേ നൈറ്റ് ഫുഡീസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ട്രൈ ചെയ്യണം ഇന്ന്. അപ്പോൾ നമ്മൾ കറൻ്റ്ലി നമ്മുടെ റൂമിൽ നിന്ന് ലീവ് ചെയ്ത് നമ്മൾ ഇറങ്ങി. നമ്മളിപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുക ഒരു ഓട്ടോയ്ക്ക് വേണ്ടി. ഓട്ടോ കിട്ടിയാൽ നമ്മൾ നേരെ മഹലിലോട്ട് പോകും. അപ്പം ഓട്ടോയ്ക്ക് കയറിക്കോളും. നമ്മൾ മറ്റേ പാലസിലോട്ട് പോകാൻ വേണ്ടി ഒരു ഓട്ടോ ഹയർ ചെയ്തിട്ടുണ്ട്. ആ ഓട്ടോയാണ് ഇതിനെ കയറാൻ പറ്റുന്നില്ല. ഇതാണ് നമ്പർ പ്ലേറ്റ്. ആ തട്ടിക്കൊണ്ട് വല്ലതും പോയാൽ കയറി. ഓക്കെ, വിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 3.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പോയിക്കോണം. കുറേ റിക്ഷാസ് കാണും ഇതുപോലെ. ടിക്കറ്റ് എவ்வளோ റേറ്റ് தெரியுமா? 15 ரூபா.
മലൈ എന്ന് പറയുന്ന പാലസ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് എൻട്രി ടിക്കറ്റ് ഉണ്ട്. അപ്പം എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അകത്ത് പോയി ചോദിച്ചിട്ട് എത്ര രൂപയാണ് വരുന്നതെന്ന്. ഇപ്പം പാലസിൻ്റെ ഫുള്ള് റെനോവേഷൻ വർക്കുകളും സംഭവങ്ങളൊക്കെ നടക്കും. ഇതിനകത്ത് രാത്രിയിൽ ഒരു 8 മണി to 8:30 ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. അത് പരിപാടിയല്ല ഇപ്പം കറൻ്റ് സ്റ്റോപ്ഡാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കറൻ്റ് ഈ സംഭവങ്ങളൊന്നും അലൗഡ് അല്ല. സോ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 10-15 രൂപ ഫീസാണ് ഇപ്പോൾ ഓട്ടോച്ചേട്ടൻ പറഞ്ഞത്. അപ്പം പുള്ളി പറഞ്ഞനുസരിച്ച് നമ്മളവിടെ പോകുന്നു, ഫീസ് എടുക്കുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണുന്നു. അതാണ് നമുക്ക് കറൻ്റ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. പോടാ അകത്തോടെ. ടിക്കറ്റ് എവിടെയാണ്? ടിക്കറ്റ് കൗണ്ടർ നമ്മൾ കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഇതാണ്, വലിയൊരു വാതിലും കാര്യങ്ങളും. ഇപ്പം എൻട്രൻസിലോട്ട് അകത്തോട്ട് കടന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടുത്തെ ടിക്കറ്റ്. പിന്നെ ഇവിടുത്തെ ഫീസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് 10 രൂപയുള്ളൂ. പക്ഷേ നമ്മളിപ്പം വ്ലോഗ് ചെയ്യാൻ ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ടോട്ടൽ അവർ 100 രൂപ കൂടി എക്സ്ട്രാ വാങ്ങിച്ചു ക്യാമറയ്ക്ക് വേണ്ടി. സോ ടോട്ടലി ഞങ്ങൾ 2 പേർക്ക് വിത്ത് ക്യാമറ 120 രൂപയാണ് കറൻറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് കണ്ടുപോകാനാണെങ്കിൽ 20 രൂപ, ഒരാൾക്ക് 10 രൂപ വെച്ച് കൊടുത്താൽ. നമ്മൾ കറൻറ്റിൽ കയറി വരുന്നത് ഈ ഒരു എൻട്രൻസ് വഴിയാണ്. ഈ എൻട്രൻസിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ പാലസിൻ്റെ ഒരു ഭയങ്കര ഭീമമായി. നമ്മൾ ഈ പില്ലറിനോട് നിന്നടാ, ഈ പില്ലറിൻ്റെ ഇവിടെ തന്നെ ഈ പില്ലറും ഇവൻ്റെ ഈ സൈസും വെച്ച് നോക്കി കണ്ടോ, ഈ പില്ലറിൻ്റെ ഒരു വലിപ്പം കണ്ടോ. ഇതുപോലത്തെ മൊത്തം പില്ലേഴ്സ്, നല്ല അടിപൊളി പില്ലേഴ്സ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഇതുപോലത്തെ ഗോപുരങ്ങളുണ്ട്. അതായത് ഫുള്ള് നമുക്ക് ചിത്രപ്പണികളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടെ അണ്ടർ കൺസ്ട്രക്ഷൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര സംഭവങ്ങളെല്ലാം വരുന്നത്. ഇതുണ്ട്, ഇതിൻ്റെ മേളും 2 സൈഡും ഒരുപോലെയാണ്. ഇതാണ് എൻട്രൻസ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഏരിയ ഉണ്ട്, നമുക്ക് ഇരിക്കുന്ന ഏരിയ. ഇരുന്ന് നമുക്ക് ഇത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ ഇതിന് തൊട്ട് ഫ്രണ്ടിലുള്ള അതിന് മൊത്തം ഇതെല്ലാം ഒരു സിംഗിൾ കളറാണ്. ഇതൊരു റെഡിഷ് ചേർന്ന ഒരു കൾച്ചറിൻ്റെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അടിപൊളിയാണ്. ഏതായാലും ഭയങ്കര ഹ്യൂജ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന പോലെയല്ല. ഇത് ഭയങ്കര ഹ്യൂജ് എന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പം. ഓരോ പില്ലേഴ്സും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം. അതേപോലെ തന്നെ അതിലെ ഈ കൊത്തുവർക്കുകളും പരിപാടിയൊക്കെ ഇല്ലേ, ആർട്ടായിട്ടുള്ള സംഭവം അതെല്ലാം അടിപൊളിയാണ്. അവിടെ ദൂരെ ഒരു സിംഹാസനം കാണുന്നുണ്ട്. ഇവിടെ ഞാൻ കാണിക്കാതെ. ഇത് നമ്മളെ കയറി വരുന്ന സ്ഥലത്തിനാണ് എന്ത് ഹ്യൂജാണെന്നറിയാം. അതേപോലെ തന്നെ ഇവിടെ നേരെ ഇനിയിപ്പോൾ നമ്മൾ അകത്തോട്ട് പോകണം. അവിടെയാണ് ആ ഒരു പാലസിൻ്റെ ഒക്കെ അതിൻ്റെ അതേപോലെ എൻ്റെ സൈഡിലായിട്ട് കുറേ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്സും കാര്യങ്ങളും. ഇപ്പോൾ എഴുതിയത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ കൺസ്ട്രക്ട് ചെയ്തൊരു പോർട്ടിൻ്റെ ഒരു സംഭവം ഇവർ കറക്റ്റ് ചില്ലൊക്കെ ഇട്ടടിച്ച് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നിരയിൽ മൊത്തം പണ്ടത്തെ ടൈപ്സ് ഓഫ് പോർട്ട്സാണ്. ഇതും 2000 കൊല്ലങ്ങൾക്ക് പഴക്കമുള്ള ഒരു പോർട്ടാണ്. ഇതിൻ്റെ ചരിത്രം പറയുന്നത് 15-ാം നൂറ്റാണ്ട് തൊട്ട് 17-ാം നൂറ്റാണ്ട് വരെയാണ് ഇവർ രാജാക്കന്മാർ ഭരിച്ചിരുന്നത്. അതിനുശേഷം പിന്നെ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസും ഭരിച്ചതിന് ശേഷം ഇപ്പം ഇത് കറൻ്റ് ഉള്ളത് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്, തമിഴ്നാട്. ഇവിടെ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഇതിന് ഏറെക്കുറെ 400 വർഷങ്ങൾക്കോളം പഴക്കമുണ്ട്. അപ്പോൾ ഈ 400 വർഷം പഴക്കമുള്ളതുകൊണ്ട് ഇതിനെ റെനോവേറ്റ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് നഷ്ടപ്പെടും. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ നിൽക്കുമ്പോൾ വളരെ മനോഹരം. 2 സൈഡും പില്ലേഴ്സൊക്കെ ആയിട്ട് വളരെ അതിമനോഹരമായൊരു കാഴ്ചയാണ്. ഇതാണ് ലൈറ്റ് ഷോ ഉള്ളപ്പോഴത്തേന് പില്ലേഴ്സിൻ്റെ അടിയിൽ കൂടെ ഇതുപോലെ നല്ല രീതിയിലുള്ള RGB ലൈറ്റ്സ് ഒക്കെ വരും. ഇതാണ് അതിൻ്റെ വലിയ ഹെവി സംഭവമുള്ളത്. ഇതിന് ടോട്ടലി ഇതാണ് ഇതുണ്ടോ, ഇവിടെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട് 1623 to 1659 ആ സമയത്തായിരുന്നു ഇതൊരു പാലസ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു മ്യൂസിയം പോലെ ഒരു പാലസ്. ഞങ്ങളങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി നേരെ ഇതാണ് ഗേറ്റ്, ഫ്രണ്ട് ഗേറ്റ് എല്ലാം പൂട്ടിയിട്ടേക്കുക. ഇതാണ് പാലസ്. അവിടെ നേരെ വെളിയിലോട്ട് പോകുന്നത് നേരെ റോഡിലോട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കുടിക്കണം, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. എന്തെങ്കിലും കുടിക്കണോ എന്നിങ്ങനെ നോക്കി നടക്കാം. നമ്മൾ 2 റോസ് മിൽക്ക് ഓർഡർ ചെയ്തു. ചേട്ടനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോസ് മിൽക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു. റോഹൻജി കുടിച്ചിട്ട് അഭിപ്രായം പറയണേ. അഭിപ്രായം പറയാം. ഓക്കെ, കൊള്ളാം, നല്ല റോസ് മിൽക്കാണ്, അടിപൊളി റോസ് മിൽക്ക്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഗാന്ധി മ്യൂസിയത്തിൽ പോകാൻ വേണ്ടി അടുത്തൊരു ഓട്ടോയ്ക്ക് കയറിയിരിക്കുന്നു. ഓട്ടോയ്ക്കെല്ലാം സെയിം ഫെയർ തന്നെയാണ്, 150 രൂപയാണ് എല്ലാവരും വാങ്ങിക്കുന്നത് കോമൺലി.
4 കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം കേരളത്തിലെ KSRTC പോലെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടാണ്, ലോക്കൽ ട്രാൻസ്പോർട്ട് തമിഴ്നാടിൻ്റെ. ബ്രൗണും ക്രീമും കളറാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് ഒരു 10 രൂപ നമുക്ക് ചാർജായിട്ട് വാങ്ങിച്ചു, ഓട്ടോ ചാർജ് എന്ന് പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ, അകത്ത് നമുക്ക് ഫ്രീ ആണെന്നാണ് പുള്ളി പറഞ്ഞത്. അതിലും അകത്ത് പോയി നമുക്ക് നോക്കാം. അപ്പം ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് അവിടോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോകണം, ഗാന്ധി മ്യൂസിയത്തിൻ്റെ അകത്ത്. അപ്പോൾ വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഓട്ടോ ചേട്ടൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊരു നല്ല അതിമനോഹരമായി ഇതൊരു ആര്യവപ്പം എനിക്കിന്. ഇതുപോലെ തന്നെ ചെറിയ നമുക്കൊരു പാർക്ക് പോലെ സെറ്റപ്പ് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്റ്റോൺ വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇതിൻ്റെ ഈ ഭിത്തികൾ ഫുള്ള്. ഇതുകൊണ്ട് ഇതുപോലത്തെ കരിങ്കല്ല് വെച്ച്. അപ്പോൾ നമ്മളിവിടെ കയറിയപ്പോഴത്തേന് നമുക്ക് എൻട്രൻസ് ഫീസ് ഒന്നുമില്ല, പക്ഷേ നമുക്ക് ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ ഒരു 50 രൂപ ഉണ്ട്. അപ്പം ഫീസ് കൊടുത്തു. നമ്മൾ ഇവിടെ വരുമ്പോൾ മൊത്തം ഹിസ്റ്ററി ഇതിൻ്റെ എഴുതിയിട്ടിരിക്കുന്നത്, ആ ഒരു ചരിത്രങ്ങളും കാര്യങ്ങളും പണ്ട് തൊട്ടേ ഉള്ള ഫോട്ടോസും. അതുപോലെ ഇത് ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലതാണ്. അതേപോലെ തന്നെ പണ്ടത്തെ ടൈപ്പുള്ള ഒത്തിരി ബുക്കുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് മറ്റേ തുണിയിൽ പോലത്തെ ആയിട്ട് എഴുതിയേക്കുന്ന ഈ സംഭവം തമിഴിൽ എഴുതിയിരിക്കുന്ന ഫുള്ള് പണ്ടത്തെ ലെറ്റേഴ്സും കാര്യങ്ങളും ഇല്ലാണ്ട് രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റിയും ഒക്കെയുള്ള ബാക്കിയുള്ള ഇത്രയും ഫുള്ള് ആർട്ട് ഗാലറി പോലെ ഒരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മഹാത്മാഗാന്ധിജിയുടെ മറ്റേ മ്യൂസിയം എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങി. ഇതിനകത്ത് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് കാണാനൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് വന്നിരിക്കുമ്പോഴത്തേന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകാനുള്ളൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. പിന്നെ പാർക്കും സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് നമുക്കൊരു ഗാന്ധി കുതിർ. ഇതിനകത്ത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിവശത്ത് ഇതുകൊണ്ട് മുളയൊക്കെ വെച്ച് തടിയൊക്കെ വെച്ച് കൊണ്ടിരിക്കുന്നൊരു ഇതാണ്. ഇതിൻ്റെ ഇതുണ്ട്, ഈ ഓടൊക്കെ ഇട്ടേക്കുന്ന ഒരു രീതിയില്ല. കൺസ്ട്രക്ഷൻ എൻജിനീയറിംഗിനും വേറെ ലെവലായിരുന്നു. അപ്പം അടുത്തതായി വരുന്നത് ഇതിൻ്റെ വിൻഡോസൊക്കെ ഉണ്ടോ, പണ്ട് കാലത്തുള്ള വിൻഡോസ് ഇതുപോലെ മുളയൊക്കെ വെച്ചായിരുന്നു സംഭവമെല്ലാം പണിതേക്ക്. നേരെ ടോപ്പ് കണ്ടോ, ഫുള്ള് മുള. അടുത്തതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ സൈഡ് വഴിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേന് പണ്ടത്തെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പൊടിയാ, ഇതിനകത്തൊരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വീടാണ് കണ്ടോ, പണ്ടത്തെ തടിക്കട്ടിൽ. അതേപോലെ തന്നെ ഇതെന്ത് വേണമെന്നത് ഒരു കുറുപ്പടിയൊക്കെയുണ്ട്, എന്തോ സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ കഥയൊക്കെ ഓല മൈഞ്ഞ കേട്ടോ, കൊള്ളാം. നാച്ചുറൽ കൂളിംഗ് ആണ്. പണ്ടത്തേക്ക് ഒരു ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിൻലി ഉള്ളത്. കൊള്ളാം. ഇന്നത്തെ ദിവസം നമ്മൾ നിലവിൽ മറ്റേ കോവിലിൽ പോകുന്നില്ല, മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ പോകുന്നില്ല. കാരണം ഇപ്പം ഈ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ആൾക്കാരിലുള്ള ഭയങ്കര റഷുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. നാളെ വെളുപ്പിന് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, തുറക്കും. അപ്പോൾ നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തന്നെ പോയിട്ട് അമ്പലത്തിൽ കയറി നമ്മൾ തിരിച്ചു വരാനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം നമ്മളിപ്പം മ്യൂസിയങ്ങളെല്ലാം കണ്ടു, അതുപോലെ തന്നെ പാലസ് എല്ലാം കണ്ടു. അതിനുശേഷം രാത്രി 5 മണിക്ക് ശേഷം നമ്മൾ തിരിച്ച് സ്ട്രീറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. അതേപോലെ തന്നെ നല്ല നല്ല ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇന്നത്തെ രാത്രിയാണ് ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. നാളെ രാവിലെ ടെമ്പിളിൽ പോയതിന് ശേഷം നമ്മൾ നേരെ വേറെ എന്തെങ്കിലും കാണാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു 4 മണിയോട് കൂടി ഇവിടുന്ന് റിട്ടേൺ തിരിച്ച് നാട്ടിലോട്ട് കയറി. ഗാന്ധി മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ചേട്ടൻ ഇപ്പോൾ കറൻ്റ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം അടുത്ത പ്ലേസിലോട്ട് നമുക്ക് പോകാം. ചേട്ടൻ നമ്മളെ ഈ ഷോപ്പിലോട്ടാണ്, തമിഴാണല്ലോ ഫുള്ള്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്നത് ഇവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അപ്പോൾ നമ്മളിവിടെ നിന്ന് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യുകയാണ്, നല്ല ഫുഡാണോ അല്ലയോ എന്നുള്ളത്. நாட்டுக்கோழி பிரியாணி ஒன்று தரவா, ஒரு சிக்கன் பிரியாணி, ஒரு மட்டன் பிரியாணி கொடுத்துட்டு ஒரு சுக்கா கொடுத்துறவா, രണ്ട് മട്ടൻ ബിരിയാണി. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ വന്നു. ഫുഡ് നമ്മൾ 2 മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പം വേറെ എന്തോ ഒരു സംഭവം ഇവിടുത്തെ ഭാഷയൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തോ ഒരു എന്നെ സംഭവം ഉണ്ടെന്നാണ് കുടിക്കാൻ, ഇളനീര് പായസത്തിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് 2 ഗ്ലാസ് പുറത്തെന്ന് പറഞ്ഞു. ഇത് സംഭവിക്കുന്ന അറിയത്തില്ല, എല്ലാവർക്കും പറഞ്ഞ ടേസ്റ്റ് ആയിട്ട് പറയും. നിനക്കിത് തന്നെയാണോ പരിപാടി? വാ, ഞാനൊന്നും ചെയ്തില്ല കേട്ടോ. അതെങ്ങനെ ചെയ്യില്ല?
ആദ്യം നമ്മൾ ശകലം വെള്ളം എടുക്കുന്നു, തളിക്കുന്നു, അതിനപ്പുറം ഇങ്ങോട്ട് ക്രിയേറ്റീവ് ഇത് വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത 2 മട്ടൺ ബിരിയാണി വന്നിരിക്കുന്നു. അടുത്ത ചള്ളാസം സംഭവം വന്നിരിക്കുന്നു. അപ്പൊ കഴിച്ചിട്ട് പോകാം, ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. ഈ റൈസ് ഫുള്ള് മസാലയാന്ന് തോന്നല്ലേ കണ്ടിട്ട് ഫുള്ളി. അപ്പം ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഭയങ്കര ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് പോലെ, പക്ഷെ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ഇതുപോലെയല്ല. ഈ റൈസിന് തന്നെ ഒരു മസാലയുടെ ഒരു ഫീലുണ്ട്. ഭയങ്കര ജീരകത്തിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു, നല്ല മട്ടൺ, കേടുക്കം ഫുഡായിരുന്നു. അതിനകത്ത് ഒന്നും പറയാനില്ല, അടിപൊളി ഫുഡ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോവാം. ഇപ്പോൾ ചേട്ടൻ നമ്മളെ തിരിച്ച് റൂമിലോട്ടാക്കും. അതുകൊണ്ട് ഇതാണ് സംഭവം ബൺ പൊറോട്ട എന്ന് പറയുന്നത്. ഇത് രാത്രി വരുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ബൺ പൊറോട്ടയും അതേപോലെ തന്നെ ജിഗർദണ്ഡയാണ് മധുരയിൽ വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ആണ്. டெவலப் பண்ணிடுறேன். ഓയിൽ തന്നെ ரிச் கோல்ட் ஃபார்ம் ஆயில். വെള്ളം பக்கத்துல வாங்க. ഇതാ ബൺ പൊറോട്ട സമ്മതിച്ചത്. ബൺ പൊറോട്ട മധുരൈ ഫേമസ്. மதுரை ஃபேமஸ் பெஸ்ட் கலை வல்லுநர்களால் தயாரிக்கப்பட்ட ஃபுட். நம்ம கடை ஃபேமஸ். மதுரைக்கு வந்தாலே பன் பரோட்டா தான் சாப்பிடுறாங்க. அது பார்த்தா அப்படி இருக்க பலூன் மாதிரி இருக்கானா. രാത്രി ഞങ്ങൾ സാപ്പിടறதுக்கு வாரேன். கண்டிப்பா வரலாம். எவ்வளோ 8 மணி வரை இருக்கா? 9 நைட் 2 மணி வரை இருக்கு. நைட் 2 மணி வரை சோறு கிடைக்கும் மதுரையில. ഞങ്ങൾ വാറേ. ഞാൻ ഇവിടെ പണിക്ക് കേട്ടോ. ഇത് നാട്ടോട്ട് കണ്ടോ. ഇനിയിപ്പം നാട്ടിലോട്ട് ഞാൻ പറയാം. ഇനിയിപ്പം അങ്ങോട്ട് ആൾക്കാർ കാണത്തില്ല. ഞാൻ ഇതെല്ലാം തിരിച്ചിട്ട് ഇനിയിപ്പം ഇവിടെ തന്നെ പണിക്ക്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്നതാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ. ഇത് വെസ്റ്റ്, അതേപോലെ 4 സൈഡുണ്ട്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പം ഇത് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം ഇന്നൊക്കെ കാണാൻ വേണ്ടി ഇവിടെ മറ്റേ കൺസ്ട്രക്ഷൻ നടന്നത് എന്തൊരു ബിൽഡിംഗ്, ഇവിടെ ഒരു ബിൽഡിംഗ് പൊളിച്ചു പോയതുകൊണ്ട് പുതിയ ബിൽഡിംഗ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ കോറിഡോർ എന്ന് പറയുന്നത്. റൂം ലോക്ക് ചെയ്തോളാം ഔട്ട്സെറ്റ്. അതാകുമ്പോൾ തിരിച്ച് നമ്മളിപ്പം ജസ്റ്റ് നൈറ്റ് ലൈഫിലോട്ട് ഇറങ്ങാൻ പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ KPS ഹോട്ടലിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ചുമ്മാ നടക്കാൻ പോവാം. അവിടെ ഇവിടെയൊക്കെ ഉള്ള ഓൾമോസ്റ്റ് മധുരൈ റഷാണ്. കാരണം ബിൽഡിംഗ് ആയിട്ടും ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര റഷും പരിപാടിയൊക്കെയാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഫുഡീസിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതുണ്ട് വണ്ടിയും വെള്ളത്തെ കൊണ്ട് ഇതുണ്ട്. ഗ്ലാസ്സൊക്കെ വെക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ഇങ്ങനെയുണ്ടാണ് പോകുന്നത്. ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുക നടന്നു പോകാൻ വേണ്ടി. ഇതിന് നിയർ ബൈ ആണ്. കാരണം നമ്മുടെ ആ താമസിക്കാൻ തൊട്ടപ്പുറത്ത് 12 മിനിറ്റ് നോക്കുമ്പോൾ മറ്റേ വോക്കബിൾ കൊടുക്കാവുള്ള. അങ്ങനെ ലൊക്കേഷനൊക്കെ ഇട്ട് ഞങ്ങൾ പതുക്കെ നടക്കുവാണ്. ആൾക്കാരെയും വണ്ടിയും മുട്ടിട്ട് നടക്കാൻ പറ്റില്ല, അതവസ്ഥ. ഫോണടി എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഭയങ്കര ഫോണടി. ഒരാൾക്ക് മട്ടൻ പോരും. എത്ര എவ்வளோ രൂപ? 30 രൂപ. എടുത്തെടുത്തു. ഇതിൻ്റെ പേരെന്നത് തെന്നംകുറുത്ത്. இந்த തെങ്ങിൻ്റെ തെങ്ങിന് മണ്ട. എടുത്തു. ഒരാൾക്ക് മട്ടൻ പോരും. അപ്പോൾ നമ്മൾ ആണോ? മെഡിസിൻ കല്ലടപ്പ് അൾസർ എല്ലാമേ പോയി. ഷുഗർ ഓക്കെ. ഷുഗറിനൊക്കെ നല്ലതാണെന്നാ പറയുന്നത് ഏട്ടൻ. ഇനിപ്പ് മറ്റില്ല. കമ്മി.
നമ്മളത് കഴിച്ചായിരുന്നേ. പക്ഷെ വേറല്ല, നമ്മൾ ഈ കരിക്കൊക്കെ കുടിക്കുന്ന അതേ ഫ്ലേവറിൽ ഈ സാധനം വരുന്നത്. നല്ല ദിവസം പൊളി. ഒരു ടൈഗർ പ്രിന്റ് പട്ടി കിടക്കും. ആൾക്കാരൊക്കെ പല പല സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. ഇതെന്നാ സാധനം? പച്ചക്കറിയും ഇതുണ്ട്, മുല്ലപ്പൂ ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അതേപോലെ തന്നെ കോണ്, ചോളം, അങ്ങനെ മൊത്തം മധുരം എന്ന് വെച്ചാൽ ഓണാണ്. രാത്രി സമയങ്ങളിൽ ഇതുണ്ടോ, നെല്ലിക്കയൊക്കെ വിൽക്കുന്നുണ്ട്. അമ്മച്ചിയോട് ചായ കുടിച്ച് തേങ്ങയും മോളെല്ലാം വിൽക്കുന്നു. മീൻസ് മൊത്തം ബിസിനസ്സാണ് ഇവിടെ ഫുള്ള്. ഇതുണ്ട്, നല്ല നല്ല ലുങ്കി ഷോപ്പ് പോലും ഉണ്ടോ. മഞ്ഞ കളർ അല്ല, ഗോൾഡ് കളർ. കൊള്ളാം കൊള്ളാം കൊള്ളാം. എവ്വളോ ഒരെണ്ണം 20 പ്ലേറ്റ്. ആ, ഒരു പ്ലേറ്റ് എടുക്കും. ആ, പാനിപ്പൂരി ചേട്ടൻ. ഇതിങ്ങനെ ഹോളാക്കി തരും. നമ്മൾ ഇതിനകത്ത് വെള്ളമുണ്ട്, മസാലയുണ്ട്. ഞാനിതിൽ എഴുതുക. എനിക്ക് അഞ്ച് ഒരു എരിവില്ലേ അല്ലേ? നമ്മൾ അതുപോലെ തന്നെ ജിഗർദണ്ഡ കഴിക്കാൻ ഇവിടെ കടയിൽ വന്നിട്ടുണ്ട്. ഫേമസ് ജിഗർദണ്ഡ. ചൂടത്ത് ഈ സംഭവം ബെസ്റ്റാണ്. അടിപൊളി എന്ന് വെച്ചാൽ നല്ലൊരു ചിൽനെസ് കിട്ടും ആ സംഭവം. അപ്പോൾ ചേട്ടൻ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇതതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വരും. നോർമലുണ്ട്, അതേപോലെ പല ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ജിഗർദണ്ഡ, വിത്ത് ഐസ്, വിത്തൗട്ട് ഐസ്, അങ്ങനെ പലതുണ്ട്. കഴിച്ചിട്ട് അഭിപ്രായം പറയണം. ഫേമസ് ജിഗർദണ്ഡ. അതുപോലെ നമ്മൾ ഈ ഷോപ്പിൻ്റെ ഒക്കെ ഇതിപ്പം സ്ട്രീറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ ഇരുന്ന് ഓരോന്നൊക്കെ കഴിക്കുക, കുടിക്കുക, അതൊക്കെയാണ് മധുരയുടെ ഓൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കാണുന്ന നേരെ കാണുന്നതാണ് നമ്മുടെ വെസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത്. അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പം ജിഗർദണ്ഡ കഴിക്കാൻ പോവാണ്. അടിപൊളി. നമ്മളൊരു ഐസ്ക്രീം ഒക്കെ കരുത്തിരുന്ന പോലത്തെ നല്ലൊരു പാലൊക്കെ ഇട്ട് അടിപൊളി ഒരു ഫ്ലേവറാണ്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരേ ട്രൈ ചെയ്യേണ്ട സംഭവമാണ്. രണ്ട് സംഭവമാണ്, ജിഗർദണ്ഡയും അതുപോലെ ബൺ പൊറോട്ടയും. സൂപ്പർ. അപ്പോൾ നമ്മൾ തപ്പി വന്ന സംഭവം വെസ്റ്റ് സൈഡിലെ കോവിൽ എന്ന് പറയുന്നത്, അല്ല ടവർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നോക്കി നടന്നില്ലെങ്കിൽ വണ്ടി നമ്മളെ പോകും. അങ്ങനെ നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ വെസ്റ്റ് ടവറിലോട്ട് എത്തി. ഈ കാണുന്നതാണ് വെസ്റ്റ് ടവർ എന്ന് പറയുന്നത്. ടവറിനോട് ചേർന്ന് തന്നെ പൂക്കടയും കുങ്കുമം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഡ്രസ്സുകൾ പലത്. കൊള്ളാം കൂടി. ഇത് നല്ല സൈസ് നൈസ്. പല പല സംഭവങ്ങളൊക്കെയുള്ള ട്രഡീഷണൽ രീതിയിലൊക്കെയുള്ള ഓരോ ഡ്രസ്സുകളും സംഭവങ്ങളും. അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. സ്വാമിമാരെല്ലാവരും കൂടി ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് ഒരു ഗ്യാങ്ങായിട്ട്. ഇതൊക്കെ ഓരോ കുങ്കുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വാങ്ങിക്കുന്ന. അതേപോലെ തന്നെ പാവകളും വളകളും മോതിരങ്ങളും എല്ലാം വാങ്ങിക്കുന്നതാണ്. ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കും. അമ്പലത്തിലെ എന്തോ
നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. ഏതായാലും നമ്മൾ ഈ ദിവസം വന്ന് കറക്റ്റ് ദിവസം തന്നെയാണ് എത്തിയെന്ന് തോന്നുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. എന്നതാണേലും അടിപൊളി, നല്ല ഒരു ഫീൽ ഗുഡ് ആയിരുന്നു. നല്ല ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മറ്റൊരു സൈഡിലോട്ട് വന്നിരിക്കുന്നു. ഇവിടെയൊക്കെ കുറേ സുവനീർ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാമായിട്ട്. ഇതെല്ലാം അമ്പലത്തിൻ്റെ ഓരോരോ ഭാഗം. ഇതെല്ലാം നമ്മളങ്ങനെ ഇവിടെ സുവനീർ ഷോപ്പിൽ വന്നിട്ട് മധുരമീനാക്ഷി ശില്പം ചെറിയൊരു സംഭവം വാങ്ങിച്ചു. ബൺ പൊറോട്ട കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലോട്ട് കയറിയേക്കാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ബൺ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് നാട്ടുകോഴി പിച്ചിപ്പോട്ട് നാട്ടുകോഴി വന്നിരിക്കുന്നു. ബൺ പൊറോട്ട ഇതിൻ്റെ ഓംലേറ്റ് ഉണ്ട്. ഇത് കലക്കി ഓംലേറ്റ്. അപ്പം ഇത്ര സാധനങ്ങളാണ്. ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി, നല്ല ടേസ്റ്റ്. നമ്മൾ ഇന്നത്തെ വ്ളോഗ്, മധുര വ്ളോഗ് ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലോട്ട് കയറി വരേണ്ടതാണ്.